What's up, Malayalians? Welcome back to another video of Smart Z Malayali. അപ്പോൾ നമ്മൾ ഇന്നും റോബ്ലക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് കളി കണ്ടാൽ മനസ്സിലാവോ? ഇതാണ് ട്രോൾ ടവർ. മനസ്സിലായില്ല? ഒരാൾ ട്രോൾ ചെയ്ത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് അത്ര എത്തിച്ചിട്ട് അവിടുന്ന് ട്രോൾ ചെയ്തിട്ട് നമ്മളെ തോൽപ്പിക്കും. ദിസ് കളി നമുക്ക് ഇന്നിപ്പോൾ അങ്ങനെ ട്രോളൊന്നും കിട്ടിയിട്ട് ഇപ്പോൾ എനിക്കറിയില്ല എപ്പോഴാണ് ട്രോളൊന്നും വരാമെന്ന്. ഞാൻ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ ട്രോൾ ചെയ്യലാന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് നമുക്കൊരു 1K മതി. പിന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്. പിന്നെ കെയിനെ ഒരു വീഡിയോ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ആ വീഡിയോ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം, അത് കാണാം. അത് നമ്മൾ സ്ക്വിഡ് ഗെയിം 3 സീസണിൻ്റെ റോബ്ലക്സ് ഗെയിം പ്ലാന്. അപ്പോൾ എല്ലാവരും അത് കാണാം. എന്നിട്ട് അതിനൊക്കെ എല്ലാവർക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറ്റി? ഇതിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? വേറെ ഗൈസ് നമ്മൾ വേറെ ഗെയിമിൽ എത്തിയിട്ടുണ്ട്. ഇതേതാ ഗെയിം? ഇത് അതന്നെ ഗെയിം ട്രോൾ ടവർ തന്നെയാണോ അറിയില്ല. എന്തോ ഗെയിം പറഞ്ഞത് സ്ലാബ് ടവർ എന്നോ. സ്ലാബ് ടവർ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ സ്ലാബ് എന്ന് പറഞ്ഞാൽ അടിക്കാനല്ലേ? അപ്പം അടിക്കണം ടവറാ? അതെന്ത് ടവറാ? അത് കളിച്ചോക്കാം. അപ്പോൾ പിന്നെ പരമാവധി നിങ്ങൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ പേരെന്താന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് ഞാൻ പിന്നെ ഇതൊക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ കെയിന് വീഡിയോ ഇട്ടപ്പോൾ ഒറ്റൊരു വ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. പിന്നെ നമുക്ക് ഈ ഗെയിം വേറെ അങ്ങനെയൊന്നും പറയാതെ ഗെയിം പ്ലേയിലേക്ക് തന്നെ കിടക്കാം. ഇപ്പം നമ്മൾ ഇത് എത്ര ലെവലുണ്ടെന്നൊന്നും അറിയില്ല. ഓരോരുത്തർ വടി പിടിച്ച് നടക്കുന്നുണ്ട്. ആ വടി എങ്ങനെ കിട്ടുക? എന്താ വടി എങ്ങനെ കിട്ടിയില്ല? കിട്ടി. ആ സ്ലാബ് എന്ന് അവിടെ നിൽക്കിയാൽ മതി. അപ്പോൾ ആ വടി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം ഇനി വേറെ ഏതെങ്കിലും റോബ്ലക്സ് ഗെയിമോ അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് ഏതെങ്കിലും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റുന്ന ഗെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയട്ടെ. ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ് യെല്ലോ എന്ന് പറഞ്ഞ കളർമെത്തിയാണ്. അതിൻ്റെ മുകളിൽ നീല തോന്നുന്നു. ഈ നീല കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ കളറായിട്ടാണ് ലെവല് പോകുന്നത് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് വയലറ്റ് കയറി. വയലറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞ പോലത്തെ ഒരു കളറ്. അത് കഴിഞ്ഞപ്പോൾ നീല നമ്മൾ കയറിയിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളാണ് ഗൈസ്. വെരി വെരി സിമ്പിൾ. ഇത് സിമ്പിൾ ആവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വെരി വെരി സിമ്പിളാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതെങ്ങനെയെങ്കിലും തീർക്കണം. ഇനിയിപ്പോൾ തീർക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ തീർക്കാൻ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ പരമാവധി നോക്കുന്നതായിരിക്കും. എന്ത് ചെയ്യാനാ? ഇതൊക്കെ എന്ത് സിമ്പിളാണ്. നമുക്കൊക്കെ എല്ലാം സിമ്പിളാണെന്നാണ് നമ്മളെ വിചാരം. പക്ഷേ ഒരു ദിവസം നമ്മൾ തോൽക്കുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഒരു ദിവസം നമ്മൾ താഴ്ത്ത് പോകും. എത്ര മേലെ പോയാലും ഉയർച്ചയിൽ നിന്ന് നമ്മൾ താഴ്ത്തേക്ക് പോകും. ശരിയല്ലേ? പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഗെയിം പ്ലേ ഇഷ്ടമല്ലെങ്കിൽ ആളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ചും കൂടെ നല്ലപോലെ വീഡിയോ എടുക്കണമെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് ഇൻട്രോ ആവശ്യമാണ്. അപ്പോൾ ഈ ഇൻട്രോ തന്നെ മതിയോ? ഞാൻ പറയുന്ന ഇൻട്രോ മതിയോ? അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ഇൻട്രോ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ വീഡിയോൻ്റെ മുന്നിൽ പറയുന്നതായിരിക്കും. പിന്നെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ക്ഷമിക്കുക ഗൈസ്. ചിലപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളാകാം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ചാടിയാണ് പോകുന്നത് ഗൈസ്. പക്ഷെ ചാടുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്. എന്നാൽ അഥവാ ഞാൻ അവിടുന്ന് വീണാൽ പിന്നെ ആദ്യം തന്നെ തുടങ്ങണ്ടേ. അപ്പോൾ നമ്മൾ ചോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാ തോന്നണ ഗൈസ് ആ ട്രോൾ ടവർ എന്ന് പറഞ്ഞില്ലേ, അത് ഇതാ തോന്നുന്നു ഗൈസ്. ഇത് വെരി സിമ്പിൾ. ഇതാണ് ആ ട്രോൾ ടവർ ഗൈസ്. നമുക്ക് ഈ രണ്ടാൾക്കാരെ ട്രോൾ ചെയ്യാൻ പറ്റും നോക്കാം. ആൾക്കാർക്ക് പേടിയാണ് തോന്നുന്നത് ഇങ്ങോട്ട് എത്താൻ. ആ രണ്ട് ഗേൾസിനെ ഇങ്ങോട്ട് എത്താൻ പേടിയാണ് തോന്നുന്നു. അതാ കണ്ട ചാടി കളിക്കാണ്. എങ്ങനെയെങ്കിലും ട്രോൾ ചെയ്യണം. നമുക്ക് നോക്കാം.
ട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, ട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ആരും അടിയേറ്റ് അടിച്ച് ഗൈസ്. ഞാൻ അടിച്ചിട്ട് അവർക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ ഓരിന്നടിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കളീൻ്റെ ഇതാണ്. എപ്പോൾ വേണേലും അടിച്ച് നിലത്തേക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും തുടങ്ങണം. ഇനി നമ്മളവിടെ എങ്ങനെയാണോ റിവെഞ്ച് എടുക്കണമല്ല. റിവെഞ്ച് എവിടെ നിന്ന് എടുക്കും? ആ പെണ്ണല്ല പോണത്. ഓളൊന്നും പിടിച്ചിട്ടെ, വേഗം പിടിക്കണം. ഓളെ വേഗം ഓളെ അടിച്ചിട്ട് നിലത്തേക്ക് ഇടാനുള്ളതാ. എന്ത് സ്പീഡിലാണ് പോകുന്നത് ഗൈസ്. ഓളിപ്പോൾ നിലത്തേക്ക് വീഴുകയാണെങ്കിൽ നന്നായിന്ന്. നിലത്തേക്ക് വീഴുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. പറഞ്ഞില്ല ഗൈസ്, നിലത്തേക്ക് വീണു. അവിടെ ആ സ്പീഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ കളിക്കുക. വലിയ കോമഡിയാണ് ഗൈസ്. കോമഡി എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരെ അടിച്ച് താഴത്തേക്ക് ഇടാം. ഓക്കെ, പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ട്രിക്സും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. നമുക്ക് മേലേക്ക് വേഗം എത്താൻ പറ്റിയ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടെങ്കിൽ അതും വേഗം കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മളതായിട്ട് കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ വേറെ ട്രിക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കണ്ട. പക്ഷേ ഈ അടിക്കാൻ പോയാൽ നമുക്ക് റിവെഞ്ചൊക്കെ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ? ആകെ നമുക്ക് ഒരു വെള്ള കൈയുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും അടിക്കാൻ പറ്റിയ തിങ്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇതില്ല. ഇപ്പം നമ്മുടെ അടുത്ത് സ്പീഡിൻ്റെ എന്തോ സാധനം ഉണ്ട്, അതിന് നിൽക്കിയപ്പോൾ അതാ അടിക്കണേ ഗൈസ്. എന്ത് കഷ്ടമാണ്. ഞാൻ ആ സ്പീഡിൻ്റെ അത് ക്ലൈം ചെയ്തപ്പോൾ അത് ഞാൻ അറിയാതെ എടുത്ത്. അപ്പോൾ അത് ആയിക്കൂടെ രക്ഷപ്പെട്ട് റോൾ ചെയ്താൽ. പക്ഷെ എന്ത് കാര്യം, ആ പെണ്ണ് വീണ്ടും അടിച്ചില്ലേ. അടിയിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല ഗൈസ്. ഇനി ഒന്നും കൂടെ കളിക്കണ്ടേന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. എന്ത് കഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാതിരുന്നാൽ ഡിസ്ലൈക്ക് ചെയ്തോളി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കളിക്കാണ് ഗൈസ്. കളിക്കാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മഞ്ഞങ്ങ വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇനി നീലമക്കെത്തണം. നീലമക്കെത്തി ചോപ്പുമ്പോൾ എത്തിയിട്ട് ആ ട്രോൾ ചെയ്യണവരെ എനിക്ക് അടിച്ചിടണം. അതാണ് നമ്മളെ ഇത് റിവെഞ്ച് ടേക്കൺ ബൈ മീ. ഓക്കെ, നമുക്കിത് എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കണം. അതിനായിട്ട് നമ്മൾ പലതും ചെയ്യും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പിന്നെ ചെറിയൊരു വോയിസൊക്കെ ഉണ്ടാവും, അതൊന്നും നിങ്ങൾ ക്ഷമിക്കുക. അതൊക്കെ നമ്മൾ പിന്നെ വലിയൊരു ഇതായിട്ട് നമുക്കത് ഇറക്കാം. അപ്പോൾ നമ്മളെ എങ്ങനെ വേണമെങ്കിലും ആ ട്രോളേഴ്സ് എന്നല്ല അതിന് പറയാം. ട്രോളേഴ്സിനെ നമ്മൾ തീർത്തും. ഇവിടെ ഏതൊരു പെണ്ണുണ്ട് തോന്നുന്നു, അടിച്ചാനാണ്. അല്ല അടിച്ചാനല്ല. വേഗം പോയിക്കോ. ഗൈസ് വേഗം പോയിട്ടുണ്ട്. നമുക്ക് നേരെ മുകളിൽ പോവാം. അല്ല വേണ്ട, നമുക്ക് അവർക്ക് റിവെഞ്ച് കൊടുത്തിട്ട് മതി. ഇവിടെ കാണുന്നില്ല. റിവെഞ്ച് കൊടുക്ക് ഗൈസ്. റിവെഞ്ച് കൊടുക്കാൻ പോയ ഞാനിതാ വീണ്ടും താഴ്ത്തി ഗൈസ്. ഇനി നമുക്ക് ഒരു ചാൻസ് ഉള്ളൂ. ഈ ചാൻസ് കഴിഞ്ഞാൽ ഞാൻ അത് ഓഫാക്കി പോയി. ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോയി. എനിക്ക് വയ്യ ഗൈസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അത്ര അടിച്ചിട്ടും ഈ കൈ അത് അടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഒരു വാർഡ് തീർച്ചോണില്ല. എൻ്റെ കയ്യിൽ എന്തെങ്കിലും പവറില്ല. എന്താണ് അവസ്ഥ? എനിക്ക് തീരെ ലക്കില്ലല്ലോ. അപ്പോൾ ലക്ക് ഉണ്ടാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ, എന്നാലും നമുക്ക് ലക്ക് ഉണ്ടാക്കാം. ഇവരടിച്ചുമ്പോഴൊക്കെ വീകുന്നുണ്ട് ഗൈസ്. പക്ഷെ അവരൊക്കെ അടിക്കുമ്പോൾ വീകണില്ല. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയില്ല. ഞാൻ അടിച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അടിച്ചിട്ട് റെഡി ആവണില്ല. ഇനി നമുക്കൊരു ഒറ്റ ചാൻസ് റിവെഞ്ച് എടുക്കാൻ. ഒറ്റൊരു ചാൻസ്. ഇത് കഴിഞ്ഞ് ഞാൻ പാളിയ അവിടെ വെച്ച് ഞാൻ വീഡിയോ നിർത്തും. ഓക്കെ, ഞാൻ ബാങ്ക് അവിടെ എത്തട്ടെ. വാശിയാണ് ഗൈസ്, വാശി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇനി റിവെഞ്ച് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇന്ന് റിവെഞ്ച് എടുക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതായിട്ട് വന്ന് നമ്മൾ റിവെഞ്ച് എടുക്കുന്നതായിരിക്കും. ട്രോളേഴ്സിനെല്ലാവരും നമ്മൾ അടിച്ചാണ്ട് പറപ്പിക്കും. ഓക്കെ.
പക്ഷെ നമുക്കതൊക്കെ പൂതിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റിയ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിൽ അത് തരണം, എന്നാലേ എനിക്കിതൊക്കെ ക്ലിയർ ആവുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം മേലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവനെ നമുക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിതാ താത്ത് ഗൈസ്. ഞാൻ പറഞ്ഞല്ല കളി നിർത്താനാണ്, ഒരു കളിയും കൂടെ കളിച്ചാൽ അത് നമ്മൾ അബദ്ധത്തോണ്ടാണ്. ഇനി അബദ്ധം പാടില്ല, അത് നമ്മൾ ആ സ്റ്റേജിൽ അവിടെ നിന്നുകൊണ്ടാണ്. അല്ല വേണ്ട, കളിക്കണ്ടേന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കളിക്കണോ നമുക്കൊന്ന് കളിച്ചു നോക്കാം. എന്താ ഇനി അവിടെ എത്താണെങ്കിൽ ഗൈസ് എത്തണില്ലല്ലോ പോത്, ഇതെന്ത് പറ്റിപ്പോ ഗൈസ്. നമുക്ക് ഈ കോണി കൂടെ കയറാം, എന്താകുമ്പോൾ വേഗം അവിടെ എത്തിക്കോളും. ഈ ഒറ്റ കളി കഴിഞ്ഞ് ഇനി എവിടെന്നെങ്കിലും ഞാൻ ഈ കളിയാണ്ട് നിർത്താണ് ഗൈസ്. ഞാൻ നേരത്തെ നിർത്താമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് ഈ സാധനം കൈ പിടിച്ചിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിന്ന് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടെ നോക്കണം എന്നുണ്ട്, പക്ഷെ നോക്കി നോക്കട്ടെ. ഇത് ഇനി വീണാൽ നമ്മൾ കളി അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇതെപ്പോഴും ഞാൻ 2-3 വട്ടമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമെന്നല്ല നമ്മൾ നോക്കട്ടെ. കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ എന്തായാലും റിവെഞ്ച് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിക്കുന്നു. നമുക്ക് നീല കടന്നാലേ ചുവപ്പ് എത്താൻ പറ്റും. അതെ, ഇനി നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവിടെ എത്തി ആ ട്രോളേഴ്സിനെ നമ്മൾ അടിച്ച് ഒരു പൂസാക്കണം. അപ്പോൾ ആർക്കൊക്കെ അങ്ങനെ പൂതിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ഞാൻ വായിച്ചു നോക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്താനായിട്ടുണ്ട്. യെസ്, ഈ ലെവലും കൂടെ കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 ചാട്ടുണ്ട്. ആ ചാട്ടം കഴിഞ്ഞിട്ടാണ് ഈ ലേസറിൻ്റെ ചാട്ടിട്ട് നമ്മൾ നേരെ മേലെ കയറുമ്പോൾ ഉണ്ടാവും ആ ട്രോളേഴ്സിൻ്റെ അവിടെ ആരെങ്കിലും നിൽക്കണം. അങ്ങനെ നടും കുറ്റിയാൻ ബൂസാക്കും എന്നല്ലാതെ പറ്റുമെന്നാവും, അതൊരു കുന്തം അറിയില്ല ഗൈസ്. കയറിയിട്ടില്ല, അപ്പം തന്നെ ഓരോരുത്തർ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കളി നിർത്തി, ഇനി ഇനി കളിക്കാൻ വയ്യ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ ട്രോൾ ടവറിൻ്റെ എപ്പിസോഡ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഋഷ. ഓക്കെ, എല്ലാവർക്കും ബൈ.